ഈ അലമുറ ഇട്ട് എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് ഈ ശാഠ്യം പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയൊക്കെ തല കയറിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയോ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നു, അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കാണിക്കണമെന്ന് അന്വേഷിക്കുന്നു, അത് കാണിച്ചു വലിച്ചു പറിച്ച് മേടിച്ചെടുക്കുന്നു. ഞാൻ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, ദൈവത്തിന്റെ മനസ്സിലില്ലാത്തൊരു കാര്യം കർത്താവിനോട് ചോദിച്ചു മേടിക്കും. അപ്പോൾ നമ്മൾ കർത്താവ് അങ്ങനെ തരുമോ? തരും. നിന്റെ ബഹളം കണ്ടിട്ട് മനസ്സ് മടുത്തിട്ട് കർത്താവ് തരും, കൊണ്ടുപോകും എന്ന് പറഞ്ഞ് തരും. അത് നമുക്ക് നല്ലതിനായിരിക്കത്തില്ല. അത് പഴയ നിയമത്തിലുണ്ട്. ബാലാക്ക് വിളിച്ചിട്ട് ബാലാം പോകാൻ വേണ്ടി ചോദിച്ചു. ആദ്യം ചോദിച്ചപ്പോൾ കർത്താവ് ചോദിച്ച പാടെ പറഞ്ഞത് നോ. എന്നിട്ട് ഇവൻ പിന്നെയും അവർ പിന്നെയും വന്ന് നിർബന്ധിക്കുന്നു, അവർ പിന്നെയും വരുന്നു, ഞാൻ പൊക്കോട്ടെ. അവസാനം കർത്താവ് പറഞ്ഞു, പോ എന്ന് പറഞ്ഞു. പോയ വഴിക്ക് ഊരിപ്പിടിച്ച വാളുമായിട്ട് കർത്താവ് നിൽപ്പുണ്ടായിരുന്നു. കർത്താവിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ഫെയ്ത്ത് പറഞ്ഞുതരാം. സിമ്പിൾ പ്രാക്ടീസ് ഓഫ് ഫെയ്ത്ത്. പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ, എളിയവളായി ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു, ഇത് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ മനസ്സിലില്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് തരല്ലേ. നിന്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് നിന്റെ മനസ്സിലില്ലെങ്കിൽ ഞാൻ എത്ര കടന്ന് ബഹളം വെച്ചാലും കർത്താവെ നീ കണ്ടില്ലെന്നങ്ങ് നടിച്ചേക്ക്. എന്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ കാണിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. നീ തന്നേക്കരുത് കർത്താവേ. നിന്റെ മനസ്സിലില്ലാത്തൊന്ന് തന്നിട്ട് എന്റെ ആത്മാവ് കെട്ടുപോയാലോ.